നിന്റെ നാട് എവിടെയാന്ന് പറഞ്ഞേ? ട്യൂബ്ലൈറ്റ് മുക്ക്. ട്യൂബ്ലൈറ്റ് മുക്ക് അതെവിടെയാ? അത് ചേട്ടാ ഈ കേരള കർണാടക തമിഴ്നാട് ബോർഡറൊക്കെ ആയിട്ട് വരും. ആണല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ റെസ്റ്റോറന്റ് എത്തി. ആ റെസ്റ്റോറന്റ് എത്തിയോ? ഇതേ കാണണേ ഇത്. ലെമൺ ചില്ലീസ്. അത് തന്നെ. ഭയങ്കര സംഭവമാണല്ലോ ഏട്ടായി. കണ്ടിട്ട് ഭയങ്കര വലുതാണല്ലോ ഏട്ടായി. എടാ നിന്റെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞേട്ടായി. നീ എപ്പോഴും എന്നെ ഈ ചേട്ടായി ചേട്ടായി എന്ന് വിളിക്കണ്ട. കേൾക്കുമ്പോ എന്തോ പോലെ. നീ ഒരു കാര്യം ചെയ്തോ, എന്നെ ചേട്ടാന്ന് വിളിച്ചോ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തോ പേര് വിളിച്ചോ. ഓക്കെ ഏട്ടായി. പിന്നെയും ചേട്ടായി. സോറി ഏട്ടായി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേ, നീ ആലോചിച്ച് വിളിച്ചാൽ മതി. ഓക്കെ ഏട്ടാ. Chili's Indian cousins. Pick up the menu. Thank you. Thank you. എന്നാ ഓർഡർ ചെയ്യണേ? ചേട്ടായിക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞു. നമ്മുടെ ദേശീയ ഭക്ഷണം പറഞ്ഞാലോ? ദേശീയ ഭക്ഷണം? എടാ മലയാളീസിന്റെ ദേശീയ ഭക്ഷണം പൊറോട്ടയും ബീഫും. ആയിക്കോട്ടെ. അത് പറയാല്ലേ? അത് You guys ready for the order? yeah. Make sure. 8 Kerala parota 8 Kerala parathas, yeah. and 1 beef mappas. Beef mapas, how spicy you like that? Medium. Medium, yeah. Yeah, make it 2 beef mappas. 2 beef mapas, yeah. And 2 mango lassi. 2 mango lassi. Yeah. Anything else? No, all good. Anything for you? No. I'll just take the menu away. Thank you. ചേട്ടായി, ഈ ഹോട്ടലിൽ നടത്തുന്ന കസിൻസാ അല്ലേ? കസിൻസോ? അത് എനിക്ക് എങ്ങനെ മനസ്സിലായി? വെളിയിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എന്തോന്ന്? ലെമൺ ചില്ലീസ് ഇന്ത്യൻ കസിൻസ്. മണ്ടത്തരം പറയാതടാ, അത് കസിൻസ് ഒന്നും അല്ല എഴുതി വെച്ചാണ്. കസിൻസ് അല്ലേ? ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യമായിട്ട് വരുന്നവര് അത് വായിച്ചു കഴിയുമ്പോൾ കസിൻസ് വായിക്കുന്നു. അത് കസിൻസ് എന്നല്ല വായിക്കണേ. പിന്നെ ലെമൺ ചില്ലീസ് ഇന്ത്യൻ കുഷീൻസ്. കുഷീൻസ് കുഷീൻസ്. കുഷീൻസ് കുഷീൻസ്. കുഷീൻസ്. ഫുഡ് വന്നു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക്സ്. എടുക്കാം. ചേട്ടായി, എവിടെ ചെന്നാലും പേപ്പറാണല്ലോ. അതെടുത്ത് മാറ്റി കഴിക്കാനേ. എങ്ങനെയുണ്ട്? കൊള്ളാം. ചേട്ടാ, ഈ ലിസി കൊള്ളാം. ഏത് ലിസി? മാങ്ങാ ലിസി. അതോ? ആ, അത് ലിസിയും രേവതി ശോഭനയൊന്നും അല്ല. പിന്നെ അതിന്റെ പേരാണ് ലസ്സി. മാംഗോ ലസ്സി. മാംഗോ ലസ്സി. ലസ്സി. ലസ്സി കൊള്ളാം. അല്ല, വേറെ വല്ലതും വേണോ? വേണ്ട വേണ്ട, ഇത് മതി. എന്നപ്പാ ആ, കൈ തുടച്ചോ. അല്ലേട്ടാ, കഴുകുന്നുണ്ട്. കഴിക്കാൻ എനിക്ക് കഴിയില്ല, പിന്നെയാണ് കഴിച്ചു കഴിഞ്ഞിട്ട്. എല്ലാം പേപ്പറാണല്ലോ. തരുവാ. ഞാൻ കൊടുത്തോളാം. അല്ലേട്ടാ, കുഴപ്പമില്ല. കുഴപ്പമില്ലടാ, ഞാനല്ലേ ഫുഡ് ഓർഡർ ചെയ്ത് ഞാൻ കൊടുത്തോളാം. എത്ര കേട്ടാ അത്? ഓക്കെ. Wow.
പണ്ടാരടാ സ്റ്റാർട്ടാവണല്ല. എയർപോർട്ടിൽ നിന്ന് താമസത്തേക്കുള്ള നിന്റെ ഫസ്റ്റ് യാത്ര നീ ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല. ഞാനിത് ഒരിക്കലും മറക്കൂല. അയാളുടെ നാക്ക്. നമ്മുടെ വീടെത്തി. ചേട്ടാ വലത് സൈഡിൽ കാണണേ. ഇതോ? ആ ഇത് ഇത് ഇത്. എടാ അപ്പൊ അതാണ് വീട്. ഇതാ? ആ നീയേ അവിടെ ചെന്നിട്ട് ആ ഡോർ കണ്ടോ? ആ ഡോർ ചെന്ന് നോക്കിയ മുട്ടുക. അപ്പൊ ആരെങ്കിലും വരും. വന്നു കഴിയുമ്പോ പറഞ്ഞാ മതി വർക്കിച്ചേട്ടൻ പറഞ്ഞ ആളാന്ന് പറഞ്ഞാ മതി. വർക്കിച്ചേട്ടന്റെ ആളാന്ന് പറഞ്ഞാ മതി. അപ്പൊ അവന്മാര് നിനക്ക് കിടക്കാനുള്ള റൂമും എല്ലാം ശരിയാ കാണിച്ചു തരും. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചാണ്. ഓക്കെ, താങ്ക്സ് ചേട്ടാ. താങ്ക് യു സോ മച്ച്. ഒരു മിനിറ്റ്. ഒരു $250 തന്നെ. എന്തിനാ ചേട്ടാ? അതെന്റെ സർവീസ് ചാർജാ. പിന്നെ എയർപോർട്ടിൽ നിന്ന് ബുക്ക് ചെയ്ത് ഇവിടെ വരെ കൊണ്ടുവന്നില്ലേ? അല്ല, ഡഗ്ലസ് സാർ അങ്ങനൊന്നും പറഞ്ഞില്ല. ഡഗ്ലസ് സാറ് ഫ്രീ ആന്നാ പറഞ്ഞേ. ഡഗ്ലസ് സാർ അങ്ങനെ പലതും പറയും. ഞാൻ സാധാരണ പിള്ളേരെ പിക്ക് ചെയ്യണമെങ്കിൽ $250. $250? $250 നീ അല്ല. $50 കുഴപ്പമുണ്ടോ? ഞാൻ കുഴപ്പമൊന്നുമില്ല. താങ്ക്സ് ചേട്ടാ. ആടാ പിന്നെ ഫുഡ് കഴിച്ചില്ലേ? അതിന്റെ ഒരു $100. 100? 80 അല്ലേ ചേട്ടാ ആയുള്ളൂ? 100 കേട്ടെ. ഓക്കെടാ, അപ്പൊ ശരി. വെൽക്കം ടു ഓസ്ട്രേലിയ. എൻജോയ്. ഞാൻ മറക്കത്തില്ല. ഓക്കെ. തുറന്നു. ചേട്ടാ, ചേട്ടോ, ഇവിടെ ആരും ഇല്ലേ? ആരെക്കാലും ഇവിടെ ഇട്ടേച്ച് പോവില്ല. കാര്യം എടാ ഇങ്ങനെ ഒച്ച വെക്കില്ല. അപ്പുറത്തെ വീട്ടുകാർ പോലീസിന് വിളിക്കും. ചേട്ടന്റെ വീടാണ്? അതെ. ചേട്ടൻ അതുവഴി കാറുമായിട്ട് എടാ അത് ഞാൻ കാർ പാർക്ക് ചെയ്യുമ്പോഴല്ലേ. ഷൂ വരണോ? വേണ്ടടാ, അകത്ത് ചെളി ചിലപ്പോ കാലയിലാവുന്നു. ഷൂ വീലൊക്കെ ഉണ്ട്. ആണോ? അന്ന് തളിക്കും.